അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമുക്ക് 2025 അഖീദ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ 1 ചേർത്തെഴുതാം. കറാമത്ത്, ഏജാസുൽ ഖുർആൻ, ബിദ്അത്ത്, അൽ-ആഖിറ, അർ-റിദ്ദത്ത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ എന്താണ്? അതാണ് റിദ്ദത്ത്. രണ്ടാമത്തത് അദ്ദുനിയ മദ്റഅത്തുൽ ആഖിറ. 3 അത് കുറ്റകരവും വഴികേടുമാണ്. ഏതാണ്? ബിദ്അത്ത്. 4 ഖുർആനിൻ്റെ അമാനുഷികത. അതിൻ്റെ അറബി വേർഡാണ് ഇജാസുൽ ഖുർആൻ. 5 ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന അമാനുഷിക കാര്യങ്ങൾ. എന്താണ് അതിന് പറയുക? കറാമത്ത്. 2 ശരി അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരമാവധി താഴ്മ ചെയ്യലാണ് ദുആ, ഇബാദത്ത്, ഷിർക്ക്. ഏതാണ്? ഇബാദത്ത്. 2 അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അമാനുഷിക കഴിവുകൾ. കറാമത്ത്, വിലായത്ത്, മോചിതത്ത്. അമ്പിയ മുർസലുകളല്ലേ, അവർക്കുള്ള അമാനുഷിക കഴിവുകളാണ് മോചിതത്ത്. 3 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ്. 4 പേര്, 10 പേര്, 8 പേര്. എത്ര പേരാണ്? 10 പേര്. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത്. ചന്ദ്രൻ പിളർന്നത്, മൃഗം സംസാരിച്ചത്, ഖുർആൻ. ഏറ്റവും വലിയ മോചിതത്ത് ഖുർആനാണ്. നൈൽ നദിയിൽ ഇടാൻ കത്ത് നൽകിയത് അംറു റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആമിർ റളിയല്ലാഹു അൻഹു. കറക്റ്റ് ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു. ഇനി പൂർത്തിയാക്കാം. മൻ ആദലി വലിയൻ ഫഖദ് ആസൻതഹു ഡാഷ്. അവിടെ ബിൽ ഹർബി. മൻ ആദലി വലിയൻ ഫഖദ് ആസൻതുഹു ബിൽ ഹർബി. ഇനി രണ്ടാമത്തത് ഇന്ന ശിർക ഡാഷ് അലീം. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന ശൈത്താന ഡാഷ് അദുവും മുബീൻ. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവും മുബീൻ. ഇനി 4 മൻ അഹദസ ഫി അംരിന ഹാദാ മാ ലൈസ ഡാഷ് മിൻഹു ഫഹുവ റദ്ദുൻ. 5 ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ഡാഷ്. അവിടെ ദീനുൽ ഇസ്ലാം. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തത് ഒറ്റ വാക്കിൽ എഴുതാം. 1 വലിയ ധിക്കാരിയും നിഷേധിയുമാണ്. ആര്? ഇബ്ലീസ്. 2 തൗഹീദ് എന്ന് പേരുള്ള സൂറത്ത്. ഏത് സൂറത്തിനാണ് തൗഹീദ് എന്ന് പേരുള്ളത്? ഇഖ്ലാസ്. 3 ഖൽബുൽ ഖുർആൻ. ഖുർആൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്ത് യാസീൻ. അടുത്തത് ഏകദൈവ വിശ്വാസം. എന്താണ് ഏകദൈവ വിശ്വാസം? തൗഹീദ്. 5 ഭയവും ദുഃഖവും ഇല്ലാത്തവർ. ആർക്കാണ് ഭയവും ദുഃഖവും ഇല്ലാത്തത്? ഔലിയാക്കൾ. ഇനി 5 വ്യക്തമാക്കാം. അൽ ഖുലഫാ ഉർ റാഷിദൂൻ. ആരാണ് ഖുലഫാ ഉർ റാഷിദൂൻ? സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുലഫാ ഉർ റാഷിദൂൻ. 2 ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാ? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇനി മൂന്നാമത്തത് വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത്. 2 ഇമാമുകൾ വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? അവരാരൊക്കെയാ? ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല, ഇമാം അബുൽ മൻസൂരിനിൽ മാത്തുരീദി റഹിമഹുല്ല. ആരൊക്കെയാണ്? ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല, ഇമാം അബുൽ മൻസൂരിനിൽ മാത്തുരീദി റഹിമഹുല്ല. ഇനി 5 വ്യക്തമാക്കാം. അൽ ഖുലഫാ ഉർ റാഷിദൂൻ. ആർക്കാണ് ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നത്? അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എഴുതാം. 1 ബിദഈകൾ ആരാണ്? ആരാണ് ബിദഈകൾ? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദഈകൾ. 2 സ്വഹാബി എന്ന് ആർക്കാണ് പറയുക? സ്വഹാബി എന്ന്
ആർക്കാ പറയുക? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ആരാണ്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു എന്താണ് യൂസുഫ് നബിയുടെ ദുആ? തവഫനി മുസ്ലിമൻ ഫിൽഹിഖ്നി ബിസ്സാലിഹീൻ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താണ്? തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അദ്ദുആ എന്നാൽ എന്താണ് ദുആ? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒയ്ബ് എന്നാൽ ഒയ്ബ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഒയ്ബ് എന്ന് പറയുന്നത്. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഒയ്ബ് എന്ന് പറയുന്നത്. ഇനി ചേരുംപടി ചേർക്കാം. അതിൽ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് സൂറത്താ ഫാത്തിഹ. അടുത്തത് ഖുർആനിലെ സൂറത്തുകൾ 114. 3 ഖുർആൻ ഇറങ്ങിയത് 23 വർഷങ്ങളിലാണ്. 4 അറബി അല്ലാത്ത ഖുത്തുബ ഏതാണ്? ബിദ്അത്തുൻ ളലാലത്തുൻ. 5 മദ്രസകളോ? ബിദ്അത്തുൻ ഹസന. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സാരം എഴുതാം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാൻ. ഫബി ഇസ്സതിക ലഉവിയന്നഹും അജ്മഈൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നിന്റെ പ്രതാപം തന്നെ സത്യം, നിശ്ചയം അവരെ മുഴുവനും ഞാൻ വഴിപിഴപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാർ ഒഴികെ. ഒന്നും കൂടെ പറയാം. നിന്റെ പ്രതാപം തന്നെ സത്യം, നിശ്ചയം അവരെ മുഴുവനും ഞാൻ വഴിപിഴപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാർ ഒഴികെ. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.